നെട്ടയത്തെ സംഘർഷത്തെ തുടർന്ന് കസ്റ്റഡിയിലെടുത്തവരെ പോലീസ് മർദ്ദിച്ചതായി ബി.ജെ.പി. ഇടപ്പഴഞ്ഞി ക്ഷേത്രത്തിനുള്ളിൽ കയറിയാണ് ബി.ജെ.പി. പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തത്. പിന്നീട് കസ്റ്റഡിയിൽ വെച്ച് മർദ്ദിച്ചുവെന്നാണ് ആരോപണം. സിജോ ബി ജോൺ വിവരങ്ങൾ നൽകും. സിജോ, എന്താണ് ബി.ജെ.പിയുടെ ആരോപണം? ഇന്നലെ നെട്ടയത്തുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട 6 ബി.ജെ.പി. പ്രവർത്തകരെയാണ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ആ പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുവരുന്നതിനിടെ പോലീസിന്റെ ജീപ്പിലും അതോടൊപ്പം തന്നെ എയർ ക്യാമ്പിലും വെച്ച് മർദ്ദിച്ചുവെന്നാണ് ഇപ്പോൾ പരാതി ഉയർന്നിരിക്കുന്നത്. എയർ ക്യാമ്പിന് മുന്നിൽ ബി.ജെ.പി. പ്രവർത്തകർ തടിച്ചുകൂടുകയും പിന്നീട് വലിയ രീതിയിലുള്ള വാക്കേറ്റമൊക്കെ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ പരിക്കേറ്റ ഏതാനും ആളുകളെ ഇപ്പോൾ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ രാത്രിയിലായിരുന്നു നെട്ടയത്തിൽ സംഘർഷം ഉണ്ടാകുന്നത്. അത് പിരിച്ചുവിടുന്നതിന് വേണ്ടിയിട്ടാണ് പോലീസ് ലാത്തി വീശുകയും ചെയ്തിരുന്നത്. അതേ തുടർന്ന് പോലീസിനെതിരെ തിരിച്ച് ആക്രമണം ഉണ്ടാകുന്നു. 3 പോലീസുകാർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടാകുകയും ചെയ്തിരുന്നു. 100ഓളം ബി.ജെ.പി. പ്രവർത്തകരെ പ്രതിയാക്കിയാണ് പോലീസ് കേസെടുത്തിരുന്നത്. അതിന് പിന്നാലെയാണ് ഈ ദൃശ്യങ്ങൾ പരിശോധിച്ചതിന് ശേഷം ഈ പോലീസിനെതിരെ ആക്രമണം നടത്തിയിട്ടുള്ള ആളുകളെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുകയും അവരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇവരെ കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെ വലിയ പ്രതിഷേധവുമായിട്ടാണ് ബി.ജെ.പി. പ്രവർത്തകർ രംഗത്തെത്തിയിരിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇടപ്പഴഞ്ഞി സുബ്രഹ്മണ്യം ക്ഷേത്രത്തിൽ അതിക്രമിച്ചു കയറി പോലീസ് തങ്ങളുടെ പ്രവർത്തകരെ പിടിച്ചുകൊണ്ടുപോയി എന്നുള്ള ഒരു ഗുരുതരമായ ആരോപണവും പോലീസിനെതിരെ ബി.ജെ.പി. പ്രവർത്തകർ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. ശരി, സിജോ വി ജോണാണ് വിവരങ്ങൾ നൽകിയത്.